ഇന്ത്യയുടെ ആകാശവും അദാനിക്ക് സ്വന്തം. തീരെഴുതി നൽകുന്ന BJPയുടെ അടിമത്വം. ഇന്ത്യൻ ആകാശം കീഴടക്കാൻ ഗൗതം അദാനി വരുന്നു. സ്വന്തം വിമാന കമ്പനി അദാനിയുടെ വരവോടെ മാറാൻ പോകുന്ന പുതിയ സമവാക്യങ്ങൾ. ഇന്ത്യൻ വ്യോമയാന രംഗത്ത് അഭൂതപൂർവമായിട്ടുള്ള വിപ്ലവത്തിന് വഴി തുറന്നുകൊണ്ടാണ് അദാനി ഗ്രൂപ്പ് സ്വന്തമായിട്ട് വിമാന കമ്പനി ആരംഭിക്കാൻ ഒരുങ്ങുന്നത്. നിലവിൽ ഇൻഡിഗോയും ടാറ്റയുടെ എയർ ഇന്ത്യയും കുത്തകയാക്കി വച്ചിരിക്കുന്ന ഇന്ത്യൻ ആകാശത്തേക്ക് അദാനിയുടെ വരവ് പുതിയ സമവാക്യങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രാജ്യത്തെ വിമാനത്താവള വികസനത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന അദാനി ഗ്രൂപ്പ് എയർലൈൻ രംഗത്തേക്ക് കൂടി കടന്നു വരുന്നത് വ്യോമയാന വിപണിയെ ഒന്നാകെ മാറ്റിമറിക്കും. സ്വന്തമായി എയർലൈൻ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് നിലവിലുള്ള കർശനമായിട്ടുള്ള നിയമങ്ങളിൽ ഇളവ് വരുത്തണമെന്നാവശ്യപ്പെട്ട അദാനി ഗ്രൂപ്പ് കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തെ സമീപിച്ചു. നിലവിലെ നിയമമനുസരിച്ച് ഡൽഹി, മുംബൈ തുടങ്ങിയ പ്രധാന വിമാനത്താവളങ്ങൾ നടത്തുന്ന കമ്പനികൾക്ക് ഏതെങ്കിലും ഷെഡ്യൂളുകൾ ആ ഷെഡ്യൂൾഡ് എയർലൈനിൽ 10% കൂടുതൽ ഓഹരി പങ്കാളിത്തം പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ നിബന്ധനയിൽ ഇളവ് ലഭിച്ചാൽ മാത്രമേ അദാനിക്ക് സ്വന്തം കമ്പനി, വിമാന കമ്പനി എന്ന സ്വപ്നവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. 2006 വിമാനത്താവള സ്വകാര്യവൽക്കരണ വേളയിൽ കൊണ്ടുവന്ന ഈ നിബന്ധന അദാനി ഗ്രൂപ്പിനാണ് ഏറ്റവും വലിയ തടസ്സമാകുന്നത്. കാരണം മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 74% ഓഹരികൾ ഉൾപ്പെടെ രാജ്യത്തെ പ്രധാനപ്പെട്ട 8ഓളം വിമാനത്താവളങ്ങൾ, ആ വിമാനത്താവളങ്ങൾ നിലവിൽ നിയന്ത്രിക്കുന്ന അദാനി ഗ്രൂപ്പാണ്. സ്വന്തമായിട്ട് വിമാനത്താവള ശൃംഖലയുള്ളത് എയർലൈൻ ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ അദാനിക്ക് വലിയ നേട്ടമുണ്ടാകുമെങ്കിലും നിയമപരമായിട്ടുള്ള തടസ്സം അത് മറികടക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ ആഭ്യന്തര വിമാന സർവീസുകളുടെ 90% നിലവിൽ കൈയാളുന്നത് ഇൻഡിഗോയും ടാറ്റ ഗ്രൂപ്പിൻ്റെ എയർ ഇന്ത്യയുമാണ്. ഈ ദ്വയാധിപത്യമെന്ന് പറയപ്പെടുന്ന വിപണിയിലെ മത്സരശേഷിയെ ബാധിക്കുന്നതാണ്. എന്നാൽ വൻകിട സാമ്പത്തിക ശേഷിയുള്ള അദാനി ഗ്രൂപ്പ് കൂടി ആകാശത്തേക്ക് ചിറകു വിരിക്കുന്നതോടെ വിപണിയിൽ കടുത്ത മത്സരം ഉണ്ടാകുമെന്നും ഇത് യാത്രക്കാർക്ക് ടിക്കറ്റ് നിരക്കിൽ കുറവും മികച്ച സേവനങ്ങളും നൽകുമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിലയിരുത്തൽ എന്ന് പറയപ്പെടുന്നത്. എന്തായാലും എയർലൈൻ ആരംഭിക്കുന്നതിന് പിന്നിൽ അദാനിക്ക് വ്യക്തമായിട്ടുള്ള മറ്റു ചില ബിസിനസ് ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ബ്രസീലിയൻ വിമാന കമ്പനിയായിട്ടുള്ള എംബ്രയറുമായിട്ട് ചേർന്നുകൊണ്ട് ഇന്ത്യയിൽ വിമാനങ്ങൾ നിർമ്മിക്കുവാനുള്ള പദ്ധതി അത് അദാനി തുടക്കമിട്ടിരിക്കുന്നു. മാത്രമല്ല, എന്നാൽ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന ഈ വിമാനങ്ങൾ കൂടുതൽ വാങ്ങാൻ നിലവിലുള്ള വിമാന കമ്പനികളിൽ നിന്ന് ഓർഡറുകൾ ലഭിക്കാത്തത് പദ്ധതിക്ക് തിരിച്ചടിയാകുന്നുണ്ട്. മാത്രമല്ല, സ്വന്തമായിട്ട് എയർലൈൻ ആരംഭിക്കാൻ ഈ വിമാനങ്ങൾക്ക് ഉറപ്പായൊരു വിപണി തനിയെ സൃഷ്ടിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വെറുമൊരു എയർലൈൻ കമ്പനി എന്നതിനപ്പുറം സമഗ്രമായിട്ടുള്ള ഒരു ഏവിയേഷൻ സാമ്രാജ്യമാണ് അദാനി ലക്ഷ്യമിടുന്നത്. വിമാനത്താവള നടത്തിപ്പ്, വിമാന അറ്റകുറ്റപ്പണി, പൈലറ്റ് പരിശീലന കേന്ദ്രങ്ങൾ, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എന്നിവയിലെല്ലാം അദാനി ഗ്രൂപ്പിന് നിലവിൽ ശക്തമായിട്ടുള്ള സാന്നിധ്യമുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് വിമാനങ്ങൾ കൂടി നിരത്തിലിറങ്ങുന്നതോടുകൂടി ഏവിയേഷൻ മേഖലയിലെ തൻ്റെ എല്ലാ ഘടകങ്ങളും ഒരൊറ്റ കുടക്കീഴിൽ അദാനിക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതേസമയം വിമാനത്താവള ഓപ്പറേറ്റർമാർ തന്നെ വിമാന കമ്പനികളും ആരംഭിക്കുന്നത് കടുത്ത താൽപ്പര്യ വൈരുദ്ധ്യങ്ങൾക്ക് ഇടയാക്കുമെന്ന് നിലവിലുള്ള എയർലൈനുകൾ വാദിക്കുന്നുണ്ട്. വിമാനങ്ങൾക്ക് ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനുമുള്ള സമയം അനുവദിക്കുന്നതിലും റൺവേ സൗകര്യങ്ങൾ നൽകുന്നതിലും വിമാനത്താവള ഉടമകളായിട്ടുള്ള അദാനി സ്വന്തം എയർലൈനിന് അനർഹമായിട്ടുള്ള മുൻഗണന നൽകാൻ സാധ്യതയുണ്ടെന്നാണ് എതിർപ്പുന്നയിക്കുന്നവരുടെ പ്രധാന പരാതി. എന്തായാലും വിഷയത്തിലെ നിയമപരമായിട്ടുള്ള വശങ്ങൾ സമഗ്രമായിട്ട് പരിശോധിക്കുന്നതിനായിട്ട് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ നിയമോപദേശം തേടിയിട്ടുണ്ട്. വിമാനത്താവള ഉടമസ്ഥർക്ക് എയർലൈനുകളിൽ ഓഹരി പങ്കാളിത്തം അനുവദിക്കുന്നതിനുണ്ടാകുന്ന നിയമപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളും മുൻഗണനാ സൗകര്യങ്ങളെക്കുറിച്ചും പരാതികളും പരിശോധിച്ച് റിപ്പോർട്ട് നൽകുവാനാണ് നിർദ്ദേശം. മുൻകാല പ്രാബല്യത്തോടെ നിലവിലുള്ള ഏവിയേഷൻ നിബന്ധനകളിൽ ഭേദഗതി വരുത്തേണ്ടതിനാൽ അന്തിമ തീരുമാനമെടുക്കുവാൻ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം അനിവാര്യമാണ്. നിബന്ധനകളിൽ ഇളവ് നൽകുന്നത് വ്യവസായ മേഖലയ്ക്ക് മൊത്തത്തിൽ ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിൽ കേന്ദ്ര സർക്കാർ പച്ചക്കൊടി കാണിച്ചാൽ രാജ്യത്തെ വിമാന സർവീസുകളിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമാകും. കേന്ദ്രം അനുമതി നൽകിയാൽ അധികം വൈകാതെ തന്നെ അദാനിയുടെ ബ്രാൻഡിങ്ങിലുള്ള വിമാനങ്ങൾ ഇന്ത്യയുടെ ആകാശത്ത് പറന്നുയരും. വിപണിയിലെ കുത്തക അവസാനിപ്പിക്കുവാനും ഇന്ത്യയിലെ റീജിയണൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുവാനും ഈ നീക്കം സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്ന തീരുമാനം അത് ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ സുപ്രധാനമായിട്ടുള്ള നാഴികക്കല്ലാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ ആകാശം കൂടി ഇപ്പോൾ അദാനിക്ക് സ്വന്തമാകാൻ പോകുന്നു. തീരെഴുതി നൽകുന്ന തരത്തിലേക്ക് BJPയുടെ അടിമത്ത സ്വഭാവം മുന്നിലോട്ട് വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭൂമിയും ആകാശവുമൊക്കെ കീഴ്പ്പെടുത്തുന്ന തരത്തിലേക്ക് അദാനി എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യയുടെ ആകാശം കൂടി അദാനി സ്വന്തമാക്കാൻ പോകുന്നു. ഒരു പുതിയ വിമാന സംസ്കാരം ഉണ്ടാക്കാൻ പോകുന്നു.